കാലടി സർവകലാശാല ശങ്കര ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾമേൽ ഭീഷണി. വിദ്യാർത്ഥികൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ സംസ്കൃതം വ്യാകരണ വിഭാഗം വകുപ്പ് മേധാവി സുനിൽകുമാറാണ് ശബ്ദ സന്ദേശം അയച്ചത്. യാത്രയയപ്പ് പരിപാടിയിലും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിലും സാന്നിധ്യമില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അക്കാദമികമായി നേരിടേണ്ടി വരുമെന്നാണ് ഭീഷണി. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇതിനോട് സഹകരിക്കുന്നു അത് ഞാൻ കൃത്യമായി രേഖപ്പെടുത്തി വെക്കും. വെറുതെ മനസ്സിൽ മാത്രമല്ല എഴുതി വെക്കും. ആരൊക്കെയാണ് ഇതിനോട് സഹകരിക്കാത്തത്, ആരൊക്കെ സഹകരിച്ചു എന്നുള്ളത്. അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ അങ്ങോട്ടുള്ള പല പല പരിപാടികളുണ്ടല്ലോ, അറിയാലോ. അവസാന RIC, ഓപ്പൺ ഡിഫൻസ് വരെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് നിന്നുള്ള സഹായം കിട്ടണമെങ്കിൽ, വേണ്ട രീതിയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മളുടെ അടുത്ത് സഹകരിച്ചാൽ മാത്രമേ ആ രീതി പരിഗണിക്കൂ. ഞാൻ വളരെ കർശനമായി പറയണം. HODയുടെ ഭീഷണികൾക്കെതിരെയും ഗവർണർക്കെതിരെയും പ്രതിഷേധവുമായി SFI രംഗത്തെത്തി. ഗവർണർ ഉൾപ്പെടെ ഇതിനകത്ത് സംഘപരിവാറിന്റെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കുവാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് കുറെ മാറ്റങ്ങൾ ഉൾപ്പെടെ വരുത്തിയിട്ടുണ്ട്. അതിനെതിരെ ഇതിലാണ് നമ്മൾ ഓൾറെഡി പ്രതിഷേധിക്കുകയാണ്. ഈ പറഞ്ഞ നന്ദൻ ഉൾപ്പെടെ ഒരു സ്റ്റാഫിനെ ഉൾപ്പെടെ ഇവിടെ രണ്ടാമത് നിയമിക്കുന്ന ഒരു സാഹചര്യം, സസ്പെൻഡിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനെ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഗവർണറിന് നേരിട്ടുള്ള ഉത്തരവ്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ആ അജണ്ടകളെല്ലാം നമ്മൾ SFI എന്ന പ്രസ്ഥാനം ഈ ക്യാമ്പസിനകത്ത് സർവകലാശാലക്കകത്ത് ചെറുത്ത് നിർത്തുക തന്നെ ചെയ്യുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. എല്ലാത്തിനും പ്രതിഷേധിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. ഇതിനിടെ ഗവർണർക്ക് പിന്തുണയുമായി ABVP പ്രവർത്തകരും രംഗത്തെത്തി. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, നാടകീയമായ സംഭവവികാസങ്ങളാണ് കാലടി സർവകലാശാലയിൽ നിന്ന് നടന്നത്. അതായത് ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ അധ്യാപകരുടെ ഭീഷണി, HODയുടെ ഭീഷണി, അതിനെതിരെ SFIയുടെ പ്രതിഷേധം, ഗവർണർക്ക് പിന്തുണയുമായി ABVP രംഗത്തെത്തുന്നു. എന്താണെന്ന് സംഭവിച്ചത്? നേരത്തെ തന്നെ ഈ ശങ്കരാചാര്യ ദിനത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് സർവകലാശാല നേരത്തെ തന്നെ ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. അതിൽ വിദ്യാർത്ഥികൾ ഗവർണർ എത്തുന്നതിന് മുൻപ് തന്നെ ഹാളിലെത്തണം, അതുപോലെ ഫോൺ സൈലന്റ് ചെയ്യണം, ഗവർണർ എത്തുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ഗവർണർ പോയ ശേഷം മാത്രമേ ഹാൾ വിട്ട് പുറത്തു പോകാവൂ, ഗവർണറുടെ പ്രസംഗത്തിന് കൈയടിക്കണം തുടങ്ങി കുറെ നിർദ്ദേശങ്ങൾ ഇറക്കിക്കൊണ്ടായിരുന്നു സർക്കുലർ ഇറക്കിയിരുന്നത്. പക്ഷെ അത് വിവാദമായതിനെ ചൊല്ലിയത് ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതല്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് വിവാദമായതിനെ തുടർന്ന് ആ സർക്കുലർ പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. പിന്നീടാണ് പിന്നീട് ആ സർക്കുലർ കുറച്ചുകൂടി ഭയപ്പെടുത്തിക്കൊണ്ട് ഗവർണർ എത്തുന്നതിന് മുൻപ് ഹാളിലെത്തുകയും എല്ലാ വിദ്യാർത്ഥികളും അതിൽ പങ്കെടുക്കുകയും അദ്ദേഹം പ്രസംഗിച്ച് പോയതിനു ശേഷം മാത്രം ഹാൾ വിട്ടു പോവുകയും ചെയ്യണം, ഫോൺ സൈലന്റ് ചെയ്യണം തുടങ്ങിയ സർക്കുലർ നിർദ്ദേശങ്ങളിലേക്ക് ആ സർക്കുലർ ചുരുങ്ങുകയുണ്ടായി. ആ സർക്കുലർ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്കൃത സർവകലാശാലയുടെ വ്യാകരണ വിഭാഗം HOD സുനിൽകുമാർ RDയുടെ ഈ പറയുന്ന വോയിസ് മെസ്സേജ് പുറത്തു വരുന്നത്. അത് ഗവേഷക വിദ്യാർത്ഥികളുള്ള ഒരു ഗ്രൂപ്പിൽ തന്നെയാണ് അത്തരത്തിലൊരു മെസ്സേജ് വരുന്നത്. കൃത്യമായി നമ്മൾ ആ ഓഡിയോ കേട്ടതാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഞാൻ നോട്ട് ചെയ്ത് വെക്കും ആരൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഗവർണറുടെ പരിപാടിയുമായി പങ്കെടുത്ത ആരൊക്കെ വന്നിട്ടുണ്ട്, ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അത് കൃത്യമായി ഞാൻ നോട്ട് ചെയ്ത് വെക്കും. ഓർമ്മയിൽ വെക്കുകയല്ല, എഴുതി തന്നെ വെക്കും. അതിനനുസരിച്ചായിരിക്കും തുടർന്ന് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികളോട് പെരുമാറുക. അവരുടെ തിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഓപ്പൺ ഡിഫൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, PhDയുമായി ബന്ധപ്പെട്ട മറ്റ് വൈവാവോസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അക്കാദമിക് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ് ഈ HOD പറഞ്ഞു വെക്കുന്നത്. അത് തന്നെ അതായത് ഈ സംസ്കൃത സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്ന നീക്കമാണ് എന്നുള്ള വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരം നീക്കങ്ങൾ സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ HODക്കെതിരെ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇതിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിനെത്തിയത്. SFIയുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധമായിരുന്നു ക്യാമ്പസിൽ ഉയർത്തിയത്. ഗവർണർ വന്നു പോകുന്നതുവരെ SFIയുടെ പ്രതിഷേധമുണ്ടായത്. അതേസമയം ഗവർണറെ പിന്തുണച്ചുകൊണ്ട് തന്നെ ABVPയുടെ പ്രതിനിധികളും സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഗവർണർക്ക് പിന്തുണയുമായും ക്യാമ്പസിലെത്തിയിരുന്നു. അല്പം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ക്യാമ്പസിലുണ്ടായിരുന്നത്. അതേസമയം ഗവർണർ പ്രസംഗത്തിൽ പറയുന്നത് പ്രതിഷേധം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും പ്രതിഷേധിക്കുന്ന ഭാരതീയ സംസ്കാരമല്ല, ഇൻകുലാബ് വിളിയും മുർദാബാദ് വിളിയും നമുക്ക് അതല്ല പ്രതിഷേധത്തിന്റെ വഴി. പ്രതിഷേധങ്ങൾക്ക് ചർച്ചകളും സംവാദങ്ങളും ഉണ്ടാകണം, ആ തരത്തിലായിരിക്കണം പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ വിദ്യാർത്ഥികളുടെ ഒരാളുടെ പ്രസൻസ് പോലും അവിടെ ഉണ്ടായില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഗവർണർ പ്രസംഗത്തിൽ പറഞ്ഞു. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് നമ്മളോട് വന്ന് പറഞ്ഞ കാര്യം, ഈ ഗവർണറുടെ പരിപാടി നടത്തിയിരിക്കുന്ന ഹാള് വളരെ ചെറുതാണ്,
ഇപ്പോഴത്തെ ചൂടിന്റെ സാഹചര്യത്തിൽ AC ഹാൾ അത് മാത്രമേ ഉള്ളൂ. അവിടുത്തെ സ്റ്റാഫുകൾക്ക് പോലും അവരെ പൂർണ്ണമായും ഇൻക്ലൂഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഹാൾ അല്ല അത്. അതുകൊണ്ട് ആർക്കും പ്രോഗ്രാം കാണാൻ കഴിയുന്നില്ല എന്ന് നമ്മളോട് അൺഒഫീഷ്യലി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ ഓഡിയേറ്റ് മുഴുവൻ അധ്യാപകരായിരുന്നു. അധ്യാപകർക്ക് ഇരിക്കാനുള്ള സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും അതിനകത്ത് ഈവൻ നമ്മൾ മാധ്യമപ്രവർത്തകർക്കായാൽ പോലും നിൽക്കാനോ സമാധാനത്തോടെ നിൽക്കാനോ ഉള്ള ഒരു സ്പേസും ഉള്ള സ്ഥലമായിരുന്നില്ല അവിടെ വിദ്യാർത്ഥികൾ എത്തിയില്ല എന്ന് ഗവർണർ എടുത്തു പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും വിദ്യാർത്ഥികൾക്കെതിരെ കാലടി സംസ്കൃത സർവകലാശാലയിൽ വിദ്യാർത്ഥികളെ നിലനിർത്തി നിർത്താൻ വേണ്ടി HOD ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമായ തെളിവാണ്. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്, എങ്ങനെയാണ് ഈ കുട്ടികളെ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഗവേഷക വിദ്യാർത്ഥികളാണ്, പലരും മെച്ചുവേർഡായ ആളുകളാണ്, പലരും കൃത്യമായ പൊതുബോധമുള്ള ആളുകളാണ്, രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്, സാമൂഹിക ബോധമുള്ള ആളുകളാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അവരെ ഇത്തരം കാര്യങ്ങൾ ഗവർണറെ കാണുമ്പോൾ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ ഗവർണറുടെ പരിപാടി നിർബന്ധമായും പങ്കെടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അസസ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് വിദ്യാഭ്യാസ മേഖല തരം താണോ എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമാണ്. പക്ഷേ ഈ പ്രതിഷേധം വളരെ ശക്തമായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ HODയുടെ വോയിസ് മെസ്സേജ് പുറത്തു പോയതിനെ തുടർന്നാണ് കേട്ടോ. തീർച്ചയായും ആജ്ഞ ഇവിടെ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് ഗവർണറും SFIയും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ രാജേന്ദ്ര അർലേക്കർ ഗവർണറായി വന്ന ശേഷം അത്ര വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒറ്റപ്പെട്ട ചില പ്രതിഷേധ സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ. പക്ഷെ വീണ്ടും ഗവർണർക്കെതിരെ SFI ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണോ നിലനിൽക്കുന്നത്? സർവകലാശാല ഇറക്കിയ, അതായത് ഗവർണറുടെ സന്ദർശനത്തിലെത്തുമ്പോൾ സർവകലാശാല ഇറക്കിയ വിദ്യാർത്ഥികൾ പാലിക്കേണ്ട ചട്ടങ്ങൾ എന്ന് പറഞ്ഞ് സർവകലാശാല ഇറക്കിയ സർക്കുലർ ആയിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിഷേധത്തിന് കാരണമായത്. ആ സാഹചര്യത്തിൽ സർക്കുലർ പിൻവലിച്ച സാഹചര്യത്തിലാണ് ഇങ്ങനെ HODയുടെ ഭാഗത്തുനിന്ന്, HOD സുനിൽകുമാർ, വ്യാകരണ വിഭാഗ HODയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു വോയിസ് മെസ്സേജ് പുറത്താകുന്നതും അതിൽ നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഈ വിദ്യാർത്ഥികൾ, അതായത് ആരൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവര് അസസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ആ കാര്യമാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധമായിട്ട് അത് മാറുകയായിരുന്നു. പ്രത്യേകിച്ചും ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സർക്കുലർ ഉണ്ടാക്കുകയും ആ സർക്കുലർ മാനിക്കാതിരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത് വിവാദമായിരുന്ന സാഹചര്യത്തിൽ അത് ആദ്യം പിൻവലിച്ചു. പിന്നീട് നോർമൽ സർക്കുലർ വരുന്നു. ഇതും അതിനുശേഷം പിന്നീട് ഈ കുട്ടികളെ വിദ്യാർത്ഥികളെ ഇമ്പോസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു മെസ്സേജാണ് ഈ HODയുടെ ഭാഗത്തുനിന്നും അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നത്. ആ വാട്സാപ്പ് മെസ്സേജാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളതും. അതിലാണ് അദ്ദേഹം ഇങ്ങനെ കൃത്യമായി പറയുന്നതും. ഇത് നേരത്തെ നമ്മൾ നിതിൻ രാജ് ഉൾപ്പെടെയുള്ള കുഞ്ഞുങ്ങളെ നയിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവരോട് പെരുമാറിയിരിക്കുന്ന അധ്യാപകരുടെ രീതി, അത് യൂണിവേഴ്സിറ്റികളിൽ, മറ്റു സർവകലാശാലകളിലൊക്കെ അധ്യാപകർ എങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത്, വിദ്യാർത്ഥികളോട് പെരുമാറുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഇടപെടൽ കൂടി അതൊരു HODയുടെ ഭാഗത്തുനിന്നും ഗവേഷക വിദ്യാർത്ഥികളുടെ നേരെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും അപലപനീയം. അത് ഇങ്ങനെയാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ അക്കാദമിക് കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ അസസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു മെസ്സേജ് പറയാതെ പറയുകയാണ് ഈ HODയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് വേണം വിലയിരുത്തൽ. അതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയർന്നത്. പ്രത്യേകിച്ചും നേരത്തെ തന്നെ ഈ ജാതീയമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. അത് മാത്രമല്ല, കുട്ടികളുടെ പഠന വൈകല്യവുമായി ബന്ധപ്പെട്ട അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു, അതല്ലെങ്കിൽ കുട്ടികളുടെ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ചെയ്യുന്ന അധ്യാപകരാണ്. ഇനി ഇന്റേണൽ അസസ്മെന്റുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ അത്തരം അധിക്ഷേപങ്ങൾ കേട്ടതാണ്. കാരണം അധ്യാപകർ നിലയ്ക്ക് നിർത്താൻ, വിദ്യാർത്ഥികളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂള് എന്ന് പറയുന്നത് ഇന്റേണൽ അസസ്മെന്റ് ആണ്. ഇന്റേണൽ അസസ്മെന്റ് കൂടി ചേർന്നിട്ടുള്ള ഫൈനൽ മാർക്ക് എന്ന് പറയുന്നവർക്ക് പ്രധാനമായതുകൊണ്ട് തന്നെ പലപ്പോഴും അധ്യാപകരെ അനുസരിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് ഇന്റേണൽ അസസ്മെന്റുകളെ മാറ്റുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഗൈഡൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഒരു ടൂളാക്കിക്കൊണ്ട്
തങ്ങൾ ഈ കുട്ടികൾ ഇത്തരത്തിൽ വഴങ്ങിയെങ്കിൽ മാത്രമേ, അതല്ലെങ്കിൽ അവർ ഈ ഗവർണറുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അനുസരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ഓപ്പൺ ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വൈവ പോസ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഈ ഗൈഡൻഷിപ്പ് നൽകുന്ന ആളുകൾ വ്യക്തമാണ്. ഗവർണർ ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നൊരു ആരോപണം നിലനിൽക്കുകയാണ് ഇത്തരമൊരു പുതിയൊരു പരാതി കൂടി വരുന്നത്. അതായത് ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് മേൽ അധ്യാപകന്റെ ഭീഷണി ഉണ്ടാകുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി SFI രംഗത്തെത്തിയിട്ടുണ്ട്. SFI പ്രതിരോധിച്ചുകൊണ്ട് ABVPയും ഗവർണർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.